ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെറിയ പൂത്തുങ്ങൾക്ക് നമ്മൾ ചെറിയ അളവിൽ കയറ്റിയിട്ട് വെച്ച് കൊടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ ചെറിയ പൂത്തുകൾക്ക് ചെറിയ അളവിൽ കയറ്റിയിട്ട് വെച്ച് കൊടുത്ത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് കുറച്ച് പെല്ലറ്റ് പുഷ്ടിമ, കുറച്ച് പരുത്തി പിണ്ണാക്ക്, ലേശം കഞ്ഞിവെള്ളം കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ പരുത്തി, ഒരു 200 കപ്പലണ്ടി പിണ്ണാക്ക്, ഒരു 1 കിലോ പുഷ്ടിമ, ഏകദേശം ഒരു 70 രൂപ 80 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന കണ്ടീഷനിൽ. 70 രൂപ 50 രൂപ ഉണ്ടാവില്ല, 45 രൂപ 50 രൂപ പരുത്തി പിണ്ണാക്ക് കൂട്ടിക്കോ. അതിൽ 1/2 കിലോന്നുള്ളൂ. അപ്പോൾ 25 രൂപ, 1 കിലോ പുഷ്ടിമ 25 രൂപ വെച്ച് കൂട്ടിക്കോ. അപ്പോൾ 50 രൂപ 200 കപ്പലണ്ടി പിണ്ണാക്ക്, 60 രൂപയുടെ കയറ്റിയിട്ട. 60 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ പരുത്തി പിണ്ണാക്കൊന്നും 1/2 കിലോ ഉണ്ടാവില്ല കേട്ടോ. വെറുതെ പേരിനുള്ളൂ, 2-3-4 കട്ടയുള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 50 രൂപയുടെ, അതായത് നമുക്കൊരു 20 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപ വെച്ചിട്ട് ഒരു നേരം കയറ്റിയിട്ട് നമ്മൾ ചെറിയ അളവിൽ കൊടുത്ത് തുടങ്ങിയിട്ട്, 20 രൂപ എന്ന് ഞാൻ പറയില്ല, 10 രൂപ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാളെ വീഡിയോ ചെയ്തപ്പോൾ കുറേ ആളുകൾ ചോദിച്ചു, ചേട്ടാ പോത്തുകുട്ടികൾ നല്ലതാണ്, കയറ്റിയിട്ട് കൊടുക്കാണ്ടിരുന്ന കരച്ച് കൂലി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പുതുതായി ചെയ്യുന്ന കർഷകർ പുതിയ പോത്തുംകുട്ടി വാങ്ങിച്ചാൽ അപ്പോൾ ഇതൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നത്. ഇപ്പോഴും പറയുന്നു, ചെറിയ ഒരളവിലാണ് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുന്നത്, പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ജിജ്ഞാസയല്ല, പിന്നെ പുല്ല് തിന്നാനായിട്ട്. പുല്ല് തന്നെ ഇതിനേക്കാളും കഷ്ടമാണ്. അതായത് നല്ല രീതിയിൽ തീറ്റ എടുത്ത് തുടങ്ങി, ക്ഷീണം മാറി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം കുറച്ച് ലിവർ ടോണിക്കും സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1-1.5-2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗൃഹിണിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ കയറ്റിയിട്ട് എടുത്തു തുടങ്ങി. പാടത്ത് പോയി പുല്ല് തിന്നാൽ ലേശം ഡ്രസ്സ് കുറവുണ്ട്. ആകെ ഒരു പ്രാവശ്യം ഇറക്കിയിട്ടുള്ളൂ. എടുത്ത് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇന്നത്തേക്ക് ഏകദേശം 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം ആയിട്ടുള്ളൂ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമ്മൾ കൊടുന്നത്. ഇതിപ്പോൾ ഞായറാഴ്ചയാണ് വീഡിയോ ചെയ്യുന്നത്, പിറ്റത്തെ ഞായറാഴ്ച. അപ്പോൾ ഒരു പ്രാവശ്യം ആകെ കൂടി പാടത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇന്നൊന്ന് പാടത്തേക്ക് ഇറക്കാൻ നോക്കുന്നുണ്ട്. അത് തിന്ന് ശരിയാവൂര്. പിന്നെ പാടത്ത് വൈകുന്നേരം നമുക്ക് കെട്ടിടാൻ ചെറിയൊരു പച്ചപ്പുണ്ട്. പക്ഷെ പട്ടികൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. ചെറിയ പോത്തുകളായ കാരണം 5-10-15 പട്ടികളൊക്കെ വന്നാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ വരെ ഇങ്ങനെ തന്നെ നിർത്താനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ചെറിയ അളവിൽ കൈത്തീറ്റ കൊടുത്തു തുടങ്ങി. വൈക്കോല് നല്ല മാതിരി തിന്നു തുടങ്ങി, പച്ചപ്പുല്ല് നല്ല മാതിരി തിന്നു തുടങ്ങി. അപ്പോൾ ചെറിയ പോത്തുകൾക്ക് ചെറിയ അളവിൽ നമ്മളിപ്പോൾ തന്നെ കൈത്തീറ്റ കൊടുത്തു തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ പോത്തുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന് എത്ര രൂപ ചിലവാക്കണം. ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ, അഹങ്കാരമല്ല, അതിമോഹമല്ല, ദൈവം സഹായിച്ച് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ വിൽക്കാൻ സാധിച്ചാൽ, അസുഖങ്ങളൊന്നും വരാതെ, നമുക്കും പോത്തിനൊന്നും അസുഖങ്ങൾ വരാതെ മനസ്സമാധാനത്തോടു കൂടി ഇതിനെ വളർത്തി വിൽക്കാൻ സാധിച്ചാൽ, ഇതിന് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നും ഇതിന് എത്ര രൂപ ഇതിന് ചിലവാക്കണമെന്നും ഏകദേശം എത്ര രൂപ നമുക്ക് ബാലൻസ് വരുമെന്നും നമുക്കറിയാം. അത് വിചാരിച്ചാണ് നമ്മൾ ഓരോ പോത്തുകൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ പിന്നെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ മാതിരി ഞാൻ വീണ്ടും പറയുന്നു, പോത്തുവളർത്തൽ ലേശം പണി കൂടുതൽ കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഒരു വില കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാധാരണഗതിയിൽ 50-55 60 കൊടുത്തിരുന്ന പോത്തുകൾ 65-70 വേണ്ടി വരും. 65-70-80 കിട്ടിയിരുന്ന പോത്തുകൾ എന്തായാലും ഒരു 10 രൂപയുടെ ഡിഫറൻസിൽ പോത്തുമ്പോൾ വന്നാലാണ് നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുക. എന്നെ പോലത്തെ ആളുകൾ, അതായത് കൈത്തീറ്റ കൊടുത്ത് പോത്തിനെ നല്ല ഗെറ്റപ്പിൽ വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, വെറുതെ പാടത്ത് കാണിച്ച് ചെറിയൊരു അളവിൽ കൈത്തീറ്റ കൊടുത്ത് 20-30-40 കിട്ടുന്നവർക്ക് എന്നുവെച്ചാൽ അതിനുള്ള മേനി ഉണ്ടാവണമെന്നില്ല പോത്ത്. പക്ഷേ മേനിയുള്ള പോത്തുകൾക്ക് മേനിയുള്ള വില തന്നെ കിട്ടിയാലാണ് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20-21 ഒക്കെ ഒരു 170-180 കിട്ടിയിരുന്ന പോത്തുകുട്ടികൾ ഇപ്പോൾ ചന്തയിൽ തന്നെ 32-45 എന്നുള്ള കണ്ടീഷനിലൊക്കെയാണ് അവർ വില പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ ഇങ്ങനെ ഇതിപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് ഏപ്രിലും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇത് വിചാരിച്ചൊരു രീതിയിൽ വരും. പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനാണ് 175, ഇവനാണ് 145. പക്ഷേ ഈ തലയ്ക്ക് നിൽക്കുന്നത് 110 റേഞ്ച്, 112-115 റേഞ്ചുള്ള കുട്ടികളാണ്. അവരാണ് തീറ്റയിൽ മറ്റവരെക്കാളും കേമന്മാർ കേട്ടോ. എവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും വലിച്ചു വാരി അലക്കിക്കോളും. അപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ 150-േക്കാളും ചിലപ്പോൾ ഒരു പൊടിക്ക് വളർച്ച ചിലപ്പോൾ അവർക്ക് കിട്ടിക്കൂടായില്ല. ഇപ്പോഴത്തെ വെയിറ്റ് നോക്കണ്ട. പിന്നെ മൂക്കയറൊന്നും ഇല്ലാത്ത കാരണം ഇവൻ്റെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ എടുത്ത് തിന്നും, അവൻ്റെ എടുത്ത് കഴിഞ്ഞ് ഇവൻ്റെ എടുത്ത് തിന്നും. അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലെത്തിച്ചുള്ള തീറ്റപ്രാന്താണ്. പിന്നെ പുല്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം തിന്നാം. അവൻ്റെ അടുത്ത് ആദ്യം പോയി തിന്നിട്ട് ലാസ്റ്റാണ് ഇവൻ്റെ അടുത്ത് തിന്നുള്ളൂ. അപ്പോൾ ഭയങ്കര ടെക്നിക്ക് പരമായിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പം നമ്മുടെ 4 പോത്തുകുട്ടികൾ, പിന്നെ പോത്തുകുട്ടികളുടെ നല്ല വൃത്തിയുള്ള പോത്തുകുട്ടികൾ, അവൻ്റെ വട്ടയെടുത്തിട്ട്
ഇത് കഴിഞ്ഞു. ഇത് അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് ഏറ് കഴിഞ്ഞു. ഇതേ കണ്ടോ, ഇത് കഴിഞ്ഞു. ഇതിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത് ഏറ് കഴിഞ്ഞു. ഇനിയുണ്ട്, കണ്ടോ. ഇതുമാരൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാ പോത്തുകളും. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു പച്ചപ്പ് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇനി പട്ടയിൽ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ഇപ്പോൾ ഒരു സംഭവം കണ്ടോ. ഇനി അത് കഴിഞ്ഞ് ഇവർ പുല്ല് തിന്നണ രംഗം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചാട്ടാണ് ഇവിടെ, ചാട്ടം. പുല്ലൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കണ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ട, കൈത്തീറ്റകളൊക്കെ എടുത്ത് അവർ സെറ്റായി. കണ്ട നമ്മുടെ 110 കൂട്ടുംകുട്ടി ഉണ്ടോ, 110, 115 റേഞ്ചിലുള്ളത്. ഇവനാണ് ലേശം വലിപ്പമുള്ളത്. ഇതായത് 150 റേഞ്ചുള്ളത്. ഇവരൊക്കെ വട്ടയ കണ്ടോ. ഇവർ വട്ടയിൽ ലേശം ബാലൻസ് വയ്ക്കുന്നുണ്ട്. ഇവർക്ക് തീറ്റ ലേശം പുല്ലായാലും ഇതായാലും പുല്ല് നല്ല മരുന്ന് തിന്നും. കൈത്തീറ്റയോട് ഒരു ലേശം ഇത് കുറവാണ്. പക്ഷെ 110 ആൾക്കാർ കാണിച്ചാണോ ഇവിടെ. ഇത് കണ്ടോ, 110 ആൾക്കാർ. ഇങ്ങനെയാണ് ഇവരുടെ ഫുഡ് അടിക്കാനുള്ള എല്ലാ സമീപനങ്ങളും. കണ്ടോ, അത് അപ്പുറത്ത് തന്നെ എത്തിച്ച് അപ്പുറത്ത് തന്നെ നിർത്തും. ഇനി ഇവർക്ക് പുല്ല് കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ കേട്ടോ നമ്മുടെ പുല്ല് ഇവര് എങ്ങനെയാണ് തിന്ന് തുടങ്ങിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ചെറിയൊരു ഭയങ്കര ആക്റ്റീവാണ്. ചെറിയൊരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തൂക്കം കുറവുള്ളവർ ഭയങ്കര ആക്റ്റീവാണ്. എങ്ങനെ എന്ത് വേണമെങ്കിൽ അലക്കാന്നുള്ള കണ്ടീഷനാണ് അവരൊരു പെരുമാറ്റം. ഇത് കണ്ടോ. അപ്പോൾ ഇന്നൊന്ന് പാടത്തേക്ക് ഇറക്കാന്നുണ്ട്, കാരണം ഞാൻ അധികം പുല്ലിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചെറിയ പോത്തുകുട്ടികളെ നമ്മൾ ഇങ്ങനെ നമ്മുടെ വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ ചന്തയിൽ ഓടി നടന്ന് പോത്തുങ്ങളെ വാങ്ങിക്കാൻ വെപ്രാളം കൂട്ടണ്ട, ഫാമുകൾ കയറി ഇറങ്ങണ്ട. നല്ല പോത്തിനെ എവിടെ കിട്ടുമെന്ന് ചോദിക്കണ്ട. അപ്പോൾ നല്ല പോത്തിനെ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയപ്പോൾ ഇനിയിപ്പോൾ ചന്തയിൽ നിന്നാണെങ്കിലും ഫാമിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും അടുത്ത പ്രാവശ്യത്തേക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ 1-2 വാങ്ങിച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടം ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 200-250 റേഞ്ചിലൊക്കെ വലിയ പോത്തുകളെ വാങ്ങിക്കുന്ന കുട്ടികളെ വാങ്ങിക്കുന്നതായിരിക്കും നന്നാവും. ചെറിയ പോത്തുകളായാലും വലിയ പോത്തുകളായാലും 200-250 റേഞ്ചിലുള്ള കുട്ടികളൊക്കെ കേടുമാറാൻ ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 മാസം 2-3 മാസമൊക്കെ എടുക്കും. ഒരു 300-ന്റെ പുറത്തേക്ക് 400 റേഞ്ചിലൊക്കെ ആണെങ്കിൽ 1.5 മാസം കൊണ്ട് കേട് മാറും. ഇപ്പം എൻ്റെ ആ വലിയ പോത്തിന് എനിക്ക് കേടുമാറി എടുക്കുക ഏകദേശം 1.5 മാസം എടുത്തു. ഏകദേശം ഒരു 450 കിലോ ഉള്ളത്, അത്രയും സപ്ലിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 100, 120, 150 ഉള്ള പോത്തുംകുട്ടികളൊക്കെ, ഒരു 120, 130 റേഞ്ചിലുള്ള പോത്തുംകുട്ടികളൊക്കെ നമ്മൾ എടുത്ത് 3 മാസം നോക്കുമ്പോഴേക്കും 170, 180, 200 റേഞ്ചിലൊക്കെ നല്ല രീതിയിൽ ചെറിയൊരു കൈത്തീറ്റ് ശ്രദ്ധിച്ച് കൈത്തീറ്റാട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ചോറ്, പച്ചക്കറി, അതുമാതിരി തന്നെ മാവുകൾ, വേവിക്കാത്ത സാധനങ്ങൾ, വേവിച്ച സാധനങ്ങൾ, ഇതൊക്കെ ഒരു പരിധി വിട്ട് കൈത്തീറ്റ് തന്നെ പരിപ്പിണ്ണാക്കും തവിടുകൾ തന്നെ ഒരു പരിധി വിട്ട് കണ്ടമാനം വയറ് നിറച്ച് കൊടുത്ത് ദഹനക്കേടുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിച്ച് നമ്മുടേതായ രീതിയിൽ പച്ചപ്പുല്ല് തന്നെ അടിപൊളിയായിട്ട് വയറ് നിറച്ച് കൊടുത്താൽ ചിലപ്പോൾ വയറിളകി ചറ പറയാൻ നോക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഫസ്റ്റത്തെ 2 ആഴ്ച ബുദ്ധിമുട്ടുള്ള കഴിഞ്ഞൊരു തേങ്ങയും പ്രശ്നമില്ല. ഒന്ന് ശ്രദ്ധിക്കുക. കെട്ടേണ്ട കാര്യങ്ങളും ചുറ്റിപ്പിണയാതെ കയറ് പിരിയാതെയും വെള്ളത്തിൻ്റെ അടുത്ത് കെട്ടുമ്പോഴും കയറ്ററുകളായിട്ടുള്ള സ്ഥലത്ത് കെട്ടുമ്പോഴൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ അങ്ങനത്തെ കുട്ടികൾ വരുന്നു. ഇപ്പോൾ ഫാമിൽ നിന്നാണെങ്കിലും ചന്തയിൽ നല്ല കുട്ടികളെ കിട്ടുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുല്ലില്ല, പണി കൂടുതലാണ് എന്ന് പറഞ്ഞ് വിചാരിച്ച് നിൽക്കേണ്ട. നിങ്ങൾക്ക് 60, 65, 70 കൊടുക്കാൻ പറ്റുന്ന പോത്തുകൾ ഇപ്പോൾ വലിയ പെരുന്നാൾ കഴിഞ്ഞ് തെക്കും തിരക്കിൻ്റെ ഇടകൂടെ ഇല്ലാത്ത വിലയും കൊടുത്ത് ആ പോത്തുകുട്ടികളെ വാങ്ങിച്ച് ക്ഷീണം മാറാൻ നല്ല കാശ് ചിലവാക്കി. അതുമാത്രമല്ല പിന്നെയുള്ള കൈത്തീറ്റയൊക്കെ കൊടുത്ത് നമ്മൾ 65, 70 കൊടുക്കുന്ന പോത്തുകളാണെങ്കിൽ, അങ്ങനത്തെ ഒരു ബഡ്ജറ്റിൽ പോത്തിന് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 2-3 മാസം മുന്നേ തീർച്ചയായിട്ടും ചിന്തിക്കുകയാണെങ്കിൽ 1 രൂപയുടെ റേഞ്ചിൽ പോത്തിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ വില കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഇതൊക്കെയുണ്ട്. പണി കൂടുതലാണ്. പോത്തുവളർത്തൽ മൊത്തത്തിൽ ഷോക്കായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പണി കൂടുതലാണ്. ഇനി കഷ്ടി ഒരു 10-12 കൊല്ലം കഴിയേണ്ടി വരും ഇതൊന്ന് അപ്പോൾ നല്ല റിസൾട്ടായിരിക്കും. അതായത് വേനൽക്കാലം തുടങ്ങുന്നതോടൊപ്പം പെരുന്നാൾ വരുമ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും. പച്ചപ്പുല്ല് കഴിയുന്നതോടൊപ്പം പെരുന്നാൾ, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ. അപ്പം നമ്മുടെ 4 ആളും സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോത്തിനെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേനൽക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കേട് മാറി കിട്ടും, അസുഖങ്ങളില്ലാതിരിക്കും. വർഷക്കാലത്ത് ഒരു മൊത്തത്തിലൊരു ഷോക്കാണ്. ക്ഷീണം മാറിയെടുക്കാൻ നല്ലൊരു സമയം എടുക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഉണ്ട്. ആ സമയത്ത് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ വർഷക്കാലം ആകുമ്പോഴേക്കും കേട് മാറി കിട്ടും. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ 4-5 മാസം വളർച്ച കിട്ടുന്നു, 1 കൊല്ലം വളർച്ച കിട്ടും. അപ്പോൾ 60, 65, 70 കൊടുക്കുന്നവർക്ക് 1 രൂപയുടെ റേഞ്ചിൽ സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു 14, നമ്മളൊരു കൊല്ലം നോക്കുന്നത് അല്ലെങ്കിൽ ഒരു 12-10 മാസം നോക്കുന്നത് ഒരു 3-4 മാസം കൂടുതൽ കിട്ടും. പക്ഷേ അതിന് പ്രത്യേകിച്ചുള്ള ചിലവുകളൊന്നും ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. കുറച്ച് സമയം കാണണമെന്ന് മാത്രം. പണിയെടുക്കുന്നവർ മറ്റേ വാഴ നനയുമ്പോൾ ചീരയും നനയെന്ന് പറഞ്ഞ മാതിരി
വീണ്ടും കാണാം പുതിയൊരു വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.